നിശ്ചയമായിട്ടുള്ള പ്രയത്നത്തിന് പിന്നിലുണ്ട്. പെട്ടെന്നുണ്ടാകുന്നല്ലേ നമുക്കറിയാം. ഓരോ കാര്യങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളോട് ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാനുള്ള അഭിപ്രായങ്ങളുണ്ട്. ഈ പരിപാടി എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വന്തമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗ മുഴുവൻ നിയന്ത്രിക്കുന്നതിനുവേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് KPSNR നദിയെ ആദരവും ക്ഷണിച്ചു. മകന്റെ കാര്യം പിന്നെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ മെയിനായിട്ട് പറയുന്നത് ഇവന്റെ കാര്യത്തിൽ എനിക്കും ശരിക്കും പറയുകയാണെങ്കിൽ പേടിയായിരുന്നു. അതായത് ഇവന് പിന്നെ തുടക്കം മുതലേ പിന്നെ 1ാം ക്ലാസ് മുതലേ തന്നെ പിന്നെ സ്കൂൾ പോകുന്ന സമയത്ത് ഇതിലൊക്കെ ഞങ്ങൾ തോന്നുന്ന വൈകല്യം ചെയ്യാൻ അതായത് പഠിക്കാൻ വെച്ച ബാഗോട്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഞങ്ങൾ നന്നായിട്ട് പ്രഷർ ചെയ്യാറുണ്ടായിരുന്നു, ദേഷ്യം പിടിക്കാറുണ്ട്, തല്ലാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവനെ കേൾക്കുകയോ പിന്നെ നമ്മളങ്ങനെ അനുസരിക്കാൻ നിൽക്കുക അവൻ്റെതായ കുറെ ഇഷ്ടങ്ങളുണ്ടായിരുന്നു. അതിനനുസരിച്ച് മാത്രമേ നിൽക്കുകയായിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലം ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. സ്കൂളുകളാണെങ്കിൽ 2ാം ക്ലാസ് വരെ ശരിക്കും പോയിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ എല്ലാ വർഷവും ആദ്യത്തെ ഒരു മാസം പോകും, പിന്നെ പോകാൻ പഠിക്കും. പിന്നെ ഞങ്ങൾ വർഷാവസാനം പോയിട്ട് പ്രിൻസിപ്പളിനെ പോയി കണ്ടിട്ട് അവരോട് പറഞ്ഞിട്ടാണ് ഒരു എക്സാം എഴുതിക്കാറ്. അപ്പൊ അങ്ങനെ ഒരു 4-5 വർഷത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇവ പറയുന്നത് ഇവരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ വലിയതായ കുറെ ചിന്തകളും വലിയതായ കുറെ പ്ലാനുകളും മനസ്സിലുണ്ടായിരുന്നു. അപ്പോ അത് അവനിപ്പോ സത്യം പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു. അപ്പൊ ഞങ്ങൾ പിന്നെ നോക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങാതെ കമ്പ്യൂട്ടറിലാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ ചില സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് പിന്നെ ഗെയിം കളിക്കായിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ ഞങ്ങൾ ദേഷ്യപ്പെടുകയും. പക്ഷെ ഇവര് ഈ ഗെയിം കളിക്കുന്നതിന്റെ അല്ലാത്ത സമയങ്ങളിൽ ഒരുപാട് ഇതിൽ പഠിക്കുകയും ഇന്റർനെറ്റിൽ റിസർച്ച് നടത്തുകയും പിന്നെ കുറെ വീഡിയോസുകൾ കാണാറുണ്ട്. അങ്ങനത്തെ പ്രൊഫസേഴ്സിന്റെ അങ്ങനത്തെ വലിയ പിന്നെ ഫിസിക്സിലൊക്കെ കഴിവുള്ള ആൾക്കാരെ വീഡിയോസിലൊക്കെ കാണി അങ്ങനെ ഇവർ തന്നെ സ്വയം പിന്നെ
സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഒന്നും ഒരു ഹെൽപ്പും ഇല്ലാതാണ് ഇവരിങ്ങനെ ഈ പിന്നെ സ്കോളർഷിപ്പ് വാങ്ങിയപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാല് ഞങ്ങൾ ഇവന് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു സ്കോളർഷിപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് കിട്ടുന്നവരെ ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പൈസ വന്നതിന് ശേഷമാണ് വിശ്വസിച്ചത്. അപ്പോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഞെട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോ ഫിസിക്സിനെ കുറിച്ച് എന്റെ റീസെർച്ച് എന്ന് പറഞ്ഞാല് ഹയർ ഓർഡർ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് തിയറീസിലാണ് എന്റെ റീസെർച്ച് നടത്തുന്നത്. അങ്ങനെ പറഞ്ഞാല് നമ്മളെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ആണെന്നാണ് ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. 666 അദ്ദേഹം ഐൻസ്റ്റൈൻ പറഞ്ഞതിന് ശേഷം മനസ്സിലായത് ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല, ഒരു ഫീൽഡ് ആണെന്ന് മനസ്സിലായത്. ഗ്രാവിറ്റി ഒരു ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു എനർജി വേറൊരു എനർജിനോട് ആക്ട് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഫോഴ്സ്. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായത് ഫീൽഡാണ് ഗ്രാവിറ്റി, ഫോഴ്സ് അല്ലാതെ. ഞാൻ ഇതിന്റെ റിസർച്ച് അതിനാണ് ചെയ്തത്. ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാല് 3 ഫോഴ്സസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. അപ്പോ എന്റെ റിസർച്ച് എന്ന് പറഞ്ഞാല് ഇത് 4 യൂണിഫൈ ചെയ്യാനുള്ള ഒരു സമ്പത്തിലാണ് ഉള്ളത്. താങ്ക് യു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവരുടെ സ്വർഗീയ ലോകത്തിൽ നമ്മെ എവിടെയും ഒരുമിച്ച് കൂട്ടിയതിലേക്ക് വളരെ സന്തോഷകരമായ ആനന്ദകരമായ നിമിഷങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികവാർന്ന 2 നേട്ടങ്ങൾ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നേരത്തെ ഇവിടെ നമ്മൾ ആചരിച്ചതുപോലെ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ ഹേബൽ അല്ലാഹു ആ കുട്ടിയെ ഉന്നതിയിൽ എത്തിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ തന്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഹേബൽ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതുകൊണ്ട് മനസ്സിലായി നമ്മളെന്തൊക്കെ കേട്ടു, തലകുറെ കറങ്ങി തലകുറെ നിന്നായി. അതായത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറമായി ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പ്രാപഞ്ചിക വിസ്മയങ്ങളെ വിളിച്ച് അതിന്റെ ബ്ലാക്ക് ഹോൾ, അതുപോലെ വൈറ്റ് ഹോൾ എന്നൊക്കെ പറയപ്പെടുന്ന ഗ്രാവിറ്റേഷൻ ഫിസിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിലൂടെയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥിയോടെയായ നമ്മുടെ നാട്ടുകാരുടെ കൂടിയായ ഹേബൽ എന്നോട് 10 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രപഞ്ച പ്രതിഭാസങ്ങളാണ്. ബ്ലാക്ക് ഹോൾ, വൈറ്റ് ഹോൾ എന്നൊക്കെ പറയപ്പെടുന്നത് പ്രകാശത്തെയും അതുപോലെ മേത്തറിനെയും വലിച്ചെടുക്കുമ്പോൾ പ്രകാശത്തെയും മേത്തറിനെയും ബ്ലാക്ക് ഹോൾ വലിച്ചെടുക്കുകയാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വൈറ്റ് ഹോൾ എന്ന് പറയപ്പെടുന്നത്. അത് പ്രകാശത്തെയും മേത്തറിനെയും പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളെ കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും ഒരുപാട് ആയത്തുകളിലൂടെ നമ്മോട് പ്രതിപാദിക്കുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബുദ്ധിതലങ്ങളൊന്നും ആ ഒരു രീതിയിലേക്ക് ഒരു വിശുദ്ധമായ ഗ്രന്ഥം നമ്മുടെ മുന്നിലുണ്ടായിട്ട് പോലും അതിന്റെ ആടുകളിലേക്കുള്ള പഠനം വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ പേര് പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പഠിക്കുകയും എത്രയോ ശാസ്ത്രജ്ഞന്മാരെ അതുമൂലം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങളും നമ്മുടെ മുന്നിലൊക്കെയുണ്ട്. എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. നമുക്കറിയാം, ഈ അടുത്ത് കണ്ടുപിടിച്ച് കുറച്ചു കാലങ്ങളായിട്ട് കണ്ടുപിടിച്ചെന്ന കഴിവ് സിദ്ധാന്തമായ ബിഗ് ബാങ് തിയറി എന്ന് പറയപ്പെടുന്ന നമ്മുടെ കേരളത്തിലാണ്. ഈ ബിഗ് ബാങ് തിയറി എന്നുള്ളത്
ഈ പ്രപഞ്ചം ഒരു മഹാവിസ്ഫോടനം വഴി ഉടലെടുത്തതാണ് എന്നാണ് അതിൽ പറയപ്പെടുന്നത്. വിശുദ്ധമായ ഖുർആനിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ആകാശവും ഭൂമിയെല്ലാം മുട്ടിപ്പിടിച്ചതായിരുന്നതും പിന്നീട് നാം അതിനെ മനസ്സിലാക്കിയത് അധ്യാപകരും വീട്ടിലുള്ള രക്ഷിതാക്കളും പഠന വൈകല്യവും അല്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധിയില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിയെപ്പോഴും തന്റേതായ മേഖല ചെറുപ്രായത്തിനെ കണ്ടെത്തുകയും അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വന്തമായി തന്റെ വഴി വ്യക്തിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് ലോകം വളരെ അഭിമാനകരമായ വളരെ സന്തോഷകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിന് നല്ലൊരു ശാസ്ത്രജ്ഞനെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന്